ഇറാനിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണ പരമ്പരയിൽ ഇറാന്റെ ഉന്നത സൈനിക മേധാവികളും മാണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതിയാണ്. രാജ്യാന്തര വിമാന സർവീസുകളൊക്കെയും താളം തെറ്റി. ലോകവിപണിയിൽ എണ്ണവിലയും സ്വർണ്ണവിലയും കുതിച്ചുയർന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, വീണ്ടും പശ്ചിമേഷ്യ യുദ്ധസമാനമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നിലവിൽ ഇറാന്റെ ഒരു നിലപാട് എന്താണ്? ഇത്തരത്തിൽ ഒരു യുദ്ധവുമായി ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി, അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഇറാന് തന്നെ ഉണ്ടാക്കില്ലേ? അമൃത, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഘട്ടത്തിലേക്ക് പശ്ചിമേഷ്യ ആകെ പോവുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി അനിവാര്യമാണ് എന്നുള്ളതാണ് ഭൂരിഭാഗം ഭരണതലപ്പത്തുള്ള ആളുകളുടെയും ഒരു വികാരം. ആയത്തുള്ള അലി ഖാംനായി, ഇറാന്റെ പരമോന്നത നേതാവ്, പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൃത്യമായ ശിക്ഷ ഇറാന് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അത് ഇപ്പോൾ തന്നെ വേണമോ അതല്ല കുറച്ചുകൂടി അവധാനതയോടുകൂടി വേണമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഭരണതലത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്ന രൂപത്തിൽ 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചിട്ടുണ്ട്. അവയെല്ലാം തകർത്തു കളഞ്ഞു എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴുള്ള തിരിച്ചടി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തലത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം വളരെ വർഷങ്ങൾ നീണ്ട ഒരു ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പുലർച്ചയിലെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കാരണം ഇറാൻ്റെ ഏറ്റവും പരമോന്നതനായ IRGCയുടെ തലവനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ 2 പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കിയിരിക്കുന്നു. സയൻറ്റിസ്റ്റുകളായി ആളുകൾക്ക് പുറമെ അക്കാദമിക് രംഗത്തുള്ള, പ്രത്യേകിച്ചും ആണവ രംഗത്തൊക്കെയുള്ള പ്രമുഖരായ അക്കാദമിക് വിദഗ്ധരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം ഈ ഭരണരംഗത്തും സൈനിക രംഗത്തുമുള്ള പ്രമുഖരായ ആളുകളെ ലക്ഷ്യമിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആണവ മേഖലയിലെയും അതേപോലെ തന്നെ സൈനിക മേഖലയിലും പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അനങ്ങാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കരുതുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. കാരണം ഇറാൻ്റെ ഒരു ചരിത്രം തന്നെ നമുക്കറിയാം. അത് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള യുദ്ധവികാരമാണ് ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ്റെ ഒരു ഭരണരംഗത്തുള്ള ആളുകളുടെ ഒരു ആശയ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ആക്രമണം ഒരുപക്ഷെ ഈ ഒരു ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിൽ നിന്ന് ഇറാൻ നേരിട്ടുണ്ടാവില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആക്രമണം നേരിട്ടിട്ടും വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ആശയത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ ഭരണതലത്തിലുള്ള അവരുടെ വികാരത്തെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടി അത് ഇസ്രായേലിനെതിരെ മാത്രമായിരിക്കുമോ എന്നാണ് ഇന്ന് നമുക്കറിയാനുള്ളത്. കാരണം ഇതിൻ്റെ പ്രത്യാഘാതം അമേരിക്ക കൂടി അനുഭവിക്കേണ്ടി വരും എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ ആക്രമണം ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നെല്ലാം US ഭരണകൂടം പറയുന്നുണ്ട് എങ്കിലും അത് അങ്ങനെയല്ല എന്നാണ് ഇറാൻ കരുതുന്നത്. കാരണം അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, അതേപോലെ തന്നെ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി നടത്തിയിട്ടുള്ള പ്രസ്താവന, അതേപ്രകാരം ഈ ഒരു ആക്രമണം നടത്തുന്ന തൊട്ടുടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന, US എംബസികളിൽ നിരന്തരമായി അവർ ഈ ഒരു വിവരം കൊടുത്തിരുന്നു എന്നുള്ള വിവരം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ പോലെയുള്ള രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അത് ട്രംപ് ഭരണകൂടത്തെ അറിയിക്കാതെ നടത്തില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ കൂടി ഈ തിരക്കഥയുടെ പിന്നിൽ അമേരിക്ക കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇറാൻ അമേരിക്കയുടെ എംബസികളെയും അതേപോലെ തന്നെ അമേരിക്കയുടെ എയർബേസുകളെയും അടക്കം ആക്രമിക്കാനുള്ള പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഈ പശ്ചിമേഷ്യയിലെ വലിയ ഒരു യുദ്ധമായി മാറും. പക്ഷേ അതിനൊക്കെയുള്ള ശേഷി ഇപ്പോൾ ഇറാൻ ഉണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യം. കാരണം വർഷങ്ങളായി ഉപരോധത്തിലാണ് ഇറാനുള്ളത്. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും വലിയ ഉപരോധത്തിലാണ്. നിവർന്നു നിൽക്കാനുള്ള ശേഷി പലപ്പോഴും ഇറാന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അതിനേക്കാൾ ഉപരിയായി ഇറാൻ്റെ ഭരണരംഗത്തേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും മൊസാദിൻ്റെ ചാരശൃംഖലകൾ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ചില സൂചനകൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഹമാസിൻ്റെ മുതിർന്ന മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ ടെഹ്റാനിൽ നടക്കുമ്പോൾ അതറിയാനും അത് ഡിറ്റക്റ്റ് ചെയ്യാനുമുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നു എന്നും ആ കൊലപാതകം പോലും ആസൂത്രണം ചെയ്തത് ഇറാനുള്ളിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയായിരുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരമൊരു ആക്രമണം വരെ നടക്കുമ്പോൾ
ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഈ ഇറാൻ്റെ എല്ലാ ഭരണ സിരാ കേന്ദ്രങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനെ തകർക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ഒരു സംവിധാനം അതിപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഇന്നലത്തെ ഒരു ആക്രമണം സൂചിപ്പിക്കുന്നത്. കാരണം പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും സുഹൈൽ,